ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ഒരു കാരണവശാലും തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ഒരു മെത്തേഡ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ മാറ്റുമ്പോൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടും ഭംഗിയായിട്ടും ഗിയറുകൾ മാറ്റാനായിട്ട് ഡ്രൈവിംഗിൽ കഴിയണം. അതിന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു മെത്തേഡാണ് പാം മെത്തേഡ്. പാം മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ എന്റെ വാഹനത്തിന്റെ ഗിയർ ലിവർ ന്യൂട്രലാണ്. ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് നടുക്ക് വരുന്ന ഏരിയയാണ്. തൊട്ടു മുകളിൽ ഗിയർ ഉണ്ടാകും, തൊട്ടു താഴെയും ഗിയർ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ന്യൂട്രലിനെ മനസ്സിലാക്കേണ്ട ഒരു വിധം എന്ന് പറയുന്നത് ഗിയർ ലിവർ നടുക്ക് വരുന്ന ഈ ഏരിയ മാത്രമല്ല ന്യൂട്രൽ. നടുക്ക് വന്നതിന് ശേഷം ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്താൽ ഈ ഒരു ഏരിയ ന്യൂട്രൽ തന്നെയാണ്. ഇനി വീണ്ടും ഗിയർ ലിവർ ഞാനൊന്ന് അയക്കുന്നു. ഇപ്പോൾ ലിവർ നടുക്ക് വന്നു, ഇതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് വന്നാലും ന്യൂട്രലാണ്. അതായത് ഈ നടുക്ക് വരുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ഏരിയയും ന്യൂട്രൽ ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ന്യൂട്രൽ മനസ്സിൽ ഓർത്തുകൊണ്ട് ഓരോ ഗിയർ ഇടണം. ഇപ്പം ഫസ്റ്റാണ് നിങ്ങൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൈ ഇതുകൊണ്ട് ഈ മെത്തേഡിൽ പിടിക്കുക. ഇതിനെയാണ് പാം മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഗിയർ ലിവർ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ചേർക്കുന്നു, മുകളിലേക്ക് ഇടുന്നു. അപ്പോൾ ഫസ്റ്റ് ഗിയർ നമുക്ക് കറക്റ്റ് ആയിട്ട് തെറ്റാതെ ഇടാനായിട്ട് കഴിയും. ഇനി സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇടയ്ക്കുള്ള ന്യൂട്രലിനെ മനസ്സിലൊന്ന് ഓർക്കുക. ന്യൂട്രലിലേക്ക് വന്നു, ലെഫ്റ്റ് ചേർത്ത് പിടിക്കുന്നു, ന്യൂട്രലിൽ വന്നു, തൊട്ട് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ നിങ്ങൾക്ക് തെറ്റാതെ ഇടാനായിട്ട് കഴിയും. ഇനി തേർഡ് ഇടുമ്പോൾ എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ വന്ന കൈ നേരെ തിരിഞ്ഞ് ഇങ്ങനെ വരിക. കണ്ടോ, ഇങ്ങനെ വന്നതിന് ശേഷം ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഗിയർ ലിവർ നടുക്ക് വരും. അതായത് നമ്മൾ എപ്പോൾ ഗിയർ ലിവർ ന്യൂട്രാക്കിയോ ലിവർ നടുക്കേ കിടക്കത്തുള്ളൂ. ലെഫ്റ്റോ റൈറ്റോ മാറ്റിയാലേ ന്യൂട്രലിന്റെ അടുത്ത പൊസിഷനിലേക്ക് ലിവർ ചേഞ്ച് ആകത്തുള്ളൂ. അപ്പൊ നടുക്ക് വന്നാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതുപോലെ കൈ പിടിക്കുക, നേരെ മുകളിലേക്ക് തട്ടിയാൽ നിങ്ങൾക്ക് അതുകൊണ്ട് തേർഡ് ഗിയർ വളരെ സുഖകരമായിട്ട് ഇടാനായിട്ട് കഴിയും. ഇനി ഫോർത്ത് എങ്ങനെയാണ് ഇടേണ്ടത്? ഫോർത്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ സുഖകരമായിട്ടുണ്ട്. ന്യൂട്രൽ തൊട്ട് താഴെ ഫോർത്ത്. അപ്പം നമ്മൾ തേർഡും ഫോർത്തും ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബലം കൊടുക്കാതിരിക്കും. ഇപ്പം ഞാൻ ഫോർത്തിലേക്ക് ഇടുന്നു, തേർഡിലേക്ക് വീണ്ടും ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കുക, ബലം കൊടുക്കാതെ ഇത് ന്യൂട്രലിലേക്ക് വരുന്നു, ചുമ്മാ മേലിലേക്ക് ഇട്ട തേർഡാണ്, ഇനി ചുമ്മാ നേരെ താഴോട്ട് ഇട്ട ഫോർത്താണ്. കണ്ടോ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ബലം കൊടുക്കാതെ ഇട്ടാൽ തേർഡും ഫോർത്തും ഈസി ആയിട്ട് ഇടാം. ഇനി ഫിഫ്ത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ന്യൂട്രൽ പൊസിഷനിലേക്ക് നമ്മൾ ഇതുപോലെ ആക്കുന്നു, എന്നിട്ട് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക, എന്നിട്ട് റൈറ്റിലേക്ക് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ചേർക്കുക, ഇങ്ങനെ റൈറ്റിലേക്ക് ചേർക്കുക, എന്നിട്ട് കൈയുടെ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഏരിയ കൊണ്ട് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഗിയർ ഇതുണ്ട് കറക്റ്റ് ആയിട്ട് ഇടാനായിട്ട് കഴിയും. ഇപ്പോൾ ഫിഫ്ത്തിലേക്ക് വന്നു. ഇനി ഫിഫ്ത്തിൽ നിന്ന് ഫോർത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് താഴോട്ടൊന്ന് വലിക്കുക, ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു, എന്നിട്ട് ഇവിടുന്ന് നേരെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഫോർത്തിലേക്ക് വരും. അപ്പോൾ ഫോർത്ത് ഫിഫ്ത്ത്. ഇനി റിവേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ, വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രൽ ആക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇതുകൊണ്ട് ഈ രീതിയിൽ പിടിക്കുക, എന്നിട്ട് റൈറ്റ് സൈഡ് ഇങ്ങനെ ചേർക്കുന്നു, നേരെ താഴോട്ട് ഇടുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് റിവേഴ്സ് ഗിയർ ഇടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഇടാം, ഭംഗിയായിട്ട് ഗിയർ ഇടാനായിട്ട് സാധിക്കും.